हे गाइस वेलकम बैक टू आवर चैनल। तो हम आ गए हैं सर्वम माया की कौन नए पार्ट के साथ। तो यार हम लोगों को पता लगा कि जो इंदु है वो अपने घर आ गई है, वहां पे अपना टाइम स्पेंड कर रही है। तो देखते हैं कि ये पार्ट कैसे होने वाला है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। രൂപേ ഓ നിന്റെ പരിചയത്തിലേ 2-3 മാസം തട്ടിമുട്ടി പോകാൻ പറ്റിയ ജോലി വല്ലതും ഉണ്ടോ? पंडित वाला काम। അച്ഛന്റെ സെറ്റപ്പിൽ ഒരുപാടുണ്ട്. സദ്യക്ക് വിളമ്പാൻ പോന്നോ? അത് ശരിയല്ലോ, നീ ആളും ബഹളമൊക്കെ ആയിട്ട്. തേങ്ങ ചെലവറിയോ? അല്ലെ കറിക്കറിയും? വേണ്ട വേണ്ട, കൈ മുറിഞ്ഞ പിന്നെ ഗിറ്റാർ വായിക്കാൻ പറ്റൂല. ट्रू भाई ट्रू। എടാ നിനക്ക് എന്റെ ओ അസിസ്റ്റന്റ് പരികർമ്മയായിട്ട് നടക്കില്ല. നീ എന്ത് ചെയ്യുമ്പോൾ ഒരുമിച്ച് പ്രോപ്പർ ആയിട്ട് വേദപഠനം കഴിച്ചല്ലേ? क्यों असिस्टेंट तो बन सकता है। ഞാൻ പഠിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോകണില്ലേ? അതൊക്കെ പണ്ടല്ലേ. എനിക്ക് ഈ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മള് ജീവനോട് ഉണ്ടാവുന്ന हो हो അത് ഭാഗ്യം പോലെ ഇരിക്കും. ആ ഭാഗ്യാണ് ദൈവം കരുതിയാ പോരെ. ഇങ്ങോട്ടാ ഒരാഴ്ച തുടങ്ങിയിട്ട് തീയും പുകയൊന്നും കാണുന്നില്ല, എന്തോ കൂടിയായിട്ടാണ്. ഇവിടെയാ ഞാൻ ഉള്ളപ്പോഴാ. രൂപേ നീ അറിയുന്ന രൂപ എന്ത് വേറെങ്ങോട്ടെ. രൂപേ അത് വിട്, പുലിവാലാവും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഓടാ ഇതാടാ നീയൊക്കെ ഏതാ? എന്താ പരിപാടി? പോ 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 വീടി പോ തലകാലേക്ക് പോലീസ് ये है कौन वैसे। എന്തെങ്കിലുമൊക്കെ പറയടാ. നീയൊക്കെ ഏതാടാ? അവന്റെ ജീൻസ് ബാഗ് മാല വെട്ടിക്കോണം നാളെ മുടി തടിയൊക്കെ. कौन है ये लोग। ഓടിക്കടേ അവരായത്തിന് कीड़े इसको। പേടിയാ എനിക്കാ? എന്തിന്? ओ इसको मारने लग गए यार ये तो। കുട്ടി, അടുത്ത്. अरे इसकी तो धुलाई करने लग गए। और उसने कपड़े भी नहीं पहने। वही ഇതൊരു എന്നാ കുട്ടിക്ക്? वही बच्चा तो बहुत तेज है। ഓ, വരികയാണേ. ആ സോപ്പ് തോർത്ത് എടുത്തോളാം. अच्छा ये भी मान गया कि जाते हैं। वही पर ये है कौन बच्चे। ചേട്ടാ കിഡിലായിരുന്നു. ഇത് പാട്ടിന്റെ നെക്സ്റ്റ് ലെവൽ കൊണ്ടുപോയി. എല്ലാം वाह यार। അല്ലേ ഏട്ടാ? അതെ അതെ അതെ. ക്യാഷ് ഞാൻ ജിപേ ചെയ്താ പോരെ? ക്യാഷ് ആയിട്ടുണ്ടാവൂലേ? സ്ഥലട്ടോ ക്യാഷ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ പൈസ അക്കൗണ്ടിൽ തരും. अकाउंट में तो आएगा नहीं നന്നായിരുന്നു. यार। इस फील्ड में ये बहुत होता है वैसे। നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ തട്ടിക്കുട്ടി ആൽബത്തിനൊന്നും വായിക്കാൻ എന്നെ വിളിക്കരുത്. അത് ശരി. 1000 രൂപയുടെ പരിപാടിയാണെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ട് ഇത് 2000 वाह എന്റെ അതെവിടെ? അത് കിട്ടുമ്പോ കിട്ടും. ഫൈസല് എന്റെ കയ്യിൽ വീട്ടിലേക്ക് പോകാനുള്ള കാശ് മാത്രമേ ഉള്ളൂ. ടെൻഷൻ यार इंदु के पास काम तो है नहीं है और फिर इसको टेंशन हो रहा എടാ നാളെ പോകാനായിട്ട് है। सही बात है। വിരാജ് ത്രിവേദി സാറില്ലേ, പുള്ളി കേരളത്തില് ഇലക്ട്രിക് ഗിറ്റാറിസ്റ്റിൽ പുതിയ പിള്ളേരെ നോക്കുന്നുണ്ട്. പുള്ളിയുടെ മാനേജർ ടീമിൽ ഒരു മലയാളി പെങ്കൊച്ച് വന്നിട്ടുണ്ട്, അവള് വഴി വന്നാ. നീ അന്ന് ജസ്റ്റിന് ചെയ്ത് കൊടുത്ത സെഷനില്ലേ, അത് നോമ്പ് അയച്ചു കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ സിനിമയ്ക്കും സ്റ്റേജ് ഷോസിനൊക്കെ ഫുൾ ബോംബെ എന്നുള്ള ടീമാണ്. ഫോട്ടോ ശ്രമിച്ചു നോക്കാലോ, ഇത് ശ്രമിച്ചു നോക്കാലോ. ഇതെന്താ ഓക്സിജൻ ലെവൽ നോക്കാനാണോ? ക്രെഡിറ്റ് കാർഡിന്റെ വെരിഫിക്കേഷൻ എടാ, നിനക്ക് വേണം? വേണ്ട വേണ്ട, ടെൻഷനാണ്. സാറേ മാസം 60,000 രൂപ നമുക്ക് വലിക്കാൻ പറ്റും. ആണോ? പിന്നല്ല ബ്രോ, പ്രൊസെറ്റ് ചെയ്ത് കൊടുത്തു. ഓ സാർ എന്ത് ചെയ്യുന്നു? ഒരു മ്യൂസീഷ്യനാണ്. അപ്പൊ ഉറപ്പായിട്ടും റിജക്ട് ആവും. फिर तो जरूर रिजेक्ट हो जाएंगे। സാർ ഒരു ഫോട്ടോ. അത്ര ചിരി വേണ്ട. देख रहा किसी गुस्से से रहा है। ബ്രോ ഒരു 200 റുപ്പീസ് ഉണ്ടാ? ഇന്നലെ എറണാകുളം വരെ പോയിട്ട് ഒന്നും തടഞ്ഞില്ല, ഫുൾ സ്റ്റോക്ക് കാലി. എന്റെ കയ്യിൽ എവിടെന്നാ? ഇയാളുടെ അച്ഛനോട് ചോദിച്ചാ പോരെ? अच्छा इनके दादा हाँ അങ്ങേരോട് എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ. और इसके पापा कितने अमीर है यार। എന്താ? അല്ല കുഴപ്പമില്ല. അതല്ല, എന്താ കാര്യം പറഞ്ഞോളൂ. ചേഞ്ച് ഉണ്ടാവും. എത്ര ഉണ്ട്? ഒരു 200. 100 മതിയോ? അല്ല 200 ഒറ്റയാണല്ലോ. ഓക്കെയാണ്. അപ്പൊ അത് सौ का चाहिए। എന്തിനാ?
ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ. എന്നാ ജസ്റ്റ് അങ്ങ് ഒരു ചായ കൂടി കുടിക്കാൻ കരുതി. ഓ ഒരു മിനിറ്റ്. देगे क्या 10 रुपए तो नहीं देगे मुझे तो नहीं लग रहा മനസ്സിലായല്ലോ അല്ലേ? മോളെ ചെറുപ്പത്തിൽ കണ്ടതാ, വളർന്നല്ലോ. അയ്യോ ഇവിടെ അപ്പുറത്തെ വാ. ഞങ്ങൾ ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞപ്പോ ഈ മനയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ സോറി, നിങ്ങൾക്ക് ആൺകുട്ടിയാണല്ലോ അല്ലേ? ഇതെന്റെ ബ്രദറാ, എന്റെ ഹസ്ബൻഡ് ഖത്തറില. वाह इसके साथ लॉल സാരമില്ല. മൂന്ന് ഗ്ലാസ് ചായ ആവശ്യമുള്ളപ്പോ ഒഴിച്ചു കുടിച്ചോ. പണ്ടൊക്കെ ഇല്ലത്ത് പുറത്ത് ചായ കഴിച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മകൻ അപ്പടിയാ. ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങൾ कितने खतरनाक है इसके पापा. ഇതെനിക്ക് ഇഷ്ടമായി. ഈ പ്രഹ്ലാദൻ നമ്പൂതിരിയല്ലേ ഇവിടെ ആദ്യം Seriously? ഈ അച്ഛനടക്കം വല്യച്ഛനെ സഹായിട്ടില്ല തുടങ്ങിയത്. അതിന് വല്യച്ഛൻ എങ്ങനെയാണ് അച്ഛന്റെ ജാടൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കുന്നത്? എനിക്കെന്റെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. നമുക്കിപ്പോ എന്താ വേണ്ടത്? നമ്മളെ നല്ലപോലെ സ്നേഹിക്കുന്ന, നമ്മളെ നന്നായി നോക്കുന്ന ഒരാൾ അല്ലേ? അതിന് ഞാൻ തന്നെ പോരെ? എനിക്ക് എന്നോട് നല്ല സ്നേഹം, എന്നെ ഞാൻ നന്നായി നോക്കുന്നുണ്ട്. സ്വന്തം കാര്യം മാത്രം. എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. मेरे को तो तुमने नहीं दी 200 रुपए. വിഭിന്ന കാലേ വിധിയോ നഹാനി. ബാക്കി എന്താ കേക്കട്ടെ? തനിക്കറിയാവുന്ന ശ്ലോകമല്ലേ? പുനശ്ച സംപ്രാപ്യതേ ധനാഗമഃ. ആ എന്താ അർത്ഥം? കഷ്ടകാലത്തും ബുദ്ധി നഷ്ടമാവില്ല. True. അത് ഉപയോഗിച്ചാൽ പിന്നെ സമ്പാദിക്കാൻ പറ്റും. സിമ്പിൾ, അത്രേ ഉള്ളൂ. പോയി സമ്പാദിക്കണോ. यार ये कैसे कमाएगा यार. बात वही है. उसको तो उससे भी निकाल दिया इंस्ट्रूमेंट वाले से. वही. ചെറുമേ രൂപ എവിടെ? ദേ നമ്മുടെ കുളത്തിൽ കുളിക്കണു. എന്താന്നറിയില്ല, ഇപ്പൊ അമ്പലക്കുളത്തിൽ കുളിക്കാൻ പോണില്ല. രൂപേ ഞാൻ റെഡിയാവും. എന്തിന്? പൂണൂലിടാൻ, പൂജ ചെയ്യാൻ ഞാൻ റെഡിയാവും. ये तो पूजा वूजा करने लग गया. तेरे को लगता है ये ना अपना वही कहीं ना कहीं कर लेगा. स्पिरिचुअलिटी में ज्यादा बिलीव कर रहा है. वही. वाह. वाह यार, ये तो प्रॉपर पूजा पाठ करने लग गया यार. अभी नास्तिक क्या है? मतलब शिव जी का रीजन क्या है? यही कि शायद इसकी मम्मी हो सकती है. ये पूरा इसका वो बन गया है असिस्टेंट. अब मूवी शुरू हुई है एक्चुअली. सर्वम माया. और माया का तो मतलब ये होता है कि पैसा, जाल. सर्वम माया मतलब पूरा असिस्टेंट का काम चल रहा है. और अपना गाना भी करता है रिकॉर्ड. वाह यार, इसका टाइम तो बढ़िया. वाह, पैसा भी आ रहा है. होलसेल डिस्ट्रीब्यूटर. क्या बात है. वहां पे भी पूजा का काम कर रहे हैं. पटाखे की दुकान में 25. जिम की ओपनिंग हो रही है.
यार ये तो बहुत खतरनाक पंडित बन गया। उल्टी जगह चला गया। अरे मार किसको मारने? अरे जेसीबी की टेक्ना पूजा कैसे करेंगे? पूरा स्पिरिचुअल इनॉग्रेशन हो रहे हैं जगह जगह। ഇപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ചേ, നിന്റെ ഭാഷയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഓ ഓ അത് കിട്ടണം, അത് കിട്ടണം. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? തിരുമേനി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിച്ചിട്ട് ഓ വീട്ടിൽ പോയിട്ട് കഴിച്ചാ പോരെ? ഹേയ്, അവിടെ ഉപ്പുമാവാ, ഇവിടെ മസാല ദോശ. 5, 6, 6, 5, 36. ഓക്കെയാണ്, മാറിക്കോ. ഇത് കൊള്ളാലോ. പൗലോസ് ഇവിടെതാ ആ തേക്കിന്റെ ആ ബേക്കാണെന്നാണ് പൗലോസ് പറയുന്നത്. നല്ല കാശായി കാണുമല്ലോ. പണിയുന്ന പൗലോസ് ആണെങ്കിൽ പിന്നെ പൈസ കൂടാൻ ആ ഉറപ്പ് ഉണ്ടായാ മതി. തലയിലിരിക്കണ ആ വിഗ്ഗിനെക്കാണ് ഉറപ്പാണിത്. അത് കൈകൊണ്ടൊന്നും താങ്ങിക്കോ, പറന്നു പോണ്ട. പൗലോസേ, ഇതിൽ എത്ര പേർക്ക് ഇരിക്കാൻ ये बैठेगा ना, मेरे को लग रहा है टूट जाएगा, ഇങ്ങനെ पक्का टूट जाएगा, തള്ളാനാ ഞാനാ സാർ അങ്ങോട്ട് തള്ളിയുന്നേ? അതൊന്ന് തെളിയിക്കണമല്ലോ. पक्का टूट जाएगा। ആ മോനെ നീ വന്നേ, നീ അവിടെ ഇരുന്നേ. മക്കളെ എല്ലാരും ചെന്നിരുന്നേ, ചേച്ചി ഇരുന്നേ. ഇരുന്നോ എല്ലാരും? വാ വന്നിരുന്നോ. എന്തേ തിരുമേനിക്ക് ഇരിക്കണ? ഇരുന്നോ, ഐശ്വര്യമായിട്ട് ഇരുന്നോ. നീ ഇങ്ങോട്ട് മാറിയേ, തിരുമേനി ഇരിക്കട്ടെ. ഇരുന്നോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛനെ അമ്മനെ ആരെന്ന് വെച്ചാൽ വിളിച്ചോ സാറിന്റെ എറിയുന്ന ആടത്തെ. टूट जाएगा, पक्का टूट जाएगा। मेरे को पता ही था, पूरा गांव भी बिठाओगे तो भी। अरे यार पंडित जी तो हो गए। ഒന്നുകൂടെ പറഞ്ഞേ. രൂപേ, रुपए ഒട്ടുമില്ല. MRI തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ ഡോക്ടർ പറഞ്ഞേ. ആ കാശും വേസ്റ്റായി. പക്ഷെ എക്സ്റേ എടുത്ത് നന്നായി, നട്ടില് രണ്ടിടത്ത് നീരുണ്ടെന്ന് പറഞ്ഞത്. ഭാഗ്യം ഇന്ദുള്ളതുകൊണ്ട് ഏറ്റിരിക്കുന്ന പൂജകളൊന്നും മുടങ്ങില്ല. അതെ നിങ്ങളുടെ രണ്ടുപേരും अब इंदु ही सारी पूजा करेगा। പേഴ്സണലി ഒരു കാര്യം പറയാനുണ്ട്. ചെല്ല് ചെല്ലമ്മേ. ഇന്ദു ഇന്ദു, കാര്യം ഞാൻ നിന്റെ കസിൻ നിൽക്കുക. പക്ഷെ ഇപ്പോ ഞാൻ നിന്റെ തൊഴിൽദാത. एम्प्लॉयर അങ്ങനെ ഇപ്പൊ നിനക്ക് ഒറ്റയ്ക്ക് പൂജ ചെയ്യാനുള്ള പ്രാപ്തിക്കായി തന്നെ സമ്പാദിക്കാനും ഞാൻ അതിൽ അഭിമാനിക്കുന്നു. അതെ, ഞാനിത് സ്ഥിരമാക്കുന്ന ഉദ്ദേശമൊന്നുമില്ല. ഒന്ന് ഫിനാൻഷ്യൽ സെറ്റ് ആയാൽ ഞാൻ തിരിച്ചു. നീ പോയിക്കോ. ഞാൻ പറഞ്ഞു വരുന്ന അതൊന്നുമല്ല. നാളെ മുതൽ നിനക്ക് പൂജ ചെയ്ത് കിട്ടുന്നതില് 50-50. वही ഞാനല്ലേ उसको बैठे बैठे चाहिए। ഞാനല്ലേ. രൂപേ? ഇന്ദു, ബന്ധുമിത്രാദികൾ തമ്മിൽ പ്രൊഫഷണൽ പാർട്ട്നേഴ്സ് ആകുമ്പോൾ പൈസയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നെ വഴക്കുണ്ടാവില്ല. വെറുതെ ബന്ധം വഷളാക്കണ്ടല്ലോ, അതുകൊണ്ടാ. 60-40. ആ മതി 40 മതി. നീ ഹാപ്പി അല്ലേ? यार अब ना इंदु की एक अलग ही जर्नी शुरू हो गई, क्योंकि अभी तक देखा हम लोगों ने वो एज असिस्टेंट काम कर रहा था, लेकिन अब वो एज अ पुजारी काम कर रहा है। एग्जैक्टली, बहुत ज्यादा स्पिरिचुअल हो चुके हैं वो। वही जो रुपए है बेचारा, वो तो ऊपर मतलब बेड रेस्ट में पहुंच गया। वैसे तो 50-50 करेंगे, और वैसे तो नहीं, बिल्कुल भी नहीं। फिर 60-40 की बात हुई है। अब देखते हैं रुपए क्या इंदु कैसे पूजा करेगा। और देखा जाए ना, वो मोस्टली तो उसका फैमिली बिजनेस ही है काइंड ऑफ, है ना। तो देखते हैं कि अगला पार्ट कैसे होने वाला है, और क्या वो मतलब कि वो अपना फिलहाल तो हम लोगों को दिख रहा है कि कैसे वो अपना गिटार भी प्ले कर ही रहे हैं कहीं ना कहीं। वही, बाकी देखते हैं कि अगला पार्ट कैसे होने वाला है। तो गाइज यही था हमारा रिएक्शन। आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो प्लीज इस पार्ट को लाइक करिए, शेयर करिए, कमेंट करिए, और अगर इस चैनल पर नहीं तो सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हो। तो मिलते हैं एक और न्यू पार्ट के साथ, तब तक के लिए बाय।